പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ പല വീഡിയോകളിലും പറഞ്ഞതുപോലെ ക്രൈസ്തവ പീഡനം കേരളത്തിലും ഭാരതത്തിലും ലോകം മുഴുവനും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇവിടെ ക്രൈസ്തവരായ നാം എന്തു ചെയ്യണം? അത് രാഷ്ട്രീയ പാർട്ടികളോട് ചേർന്നുകൊണ്ട് ഒരു യുദ്ധം ചെയ്യുകയോ പ്രകടനങ്ങൾ നടത്തുകയാണോ ചെയ്യേണ്ടത്? അതോ ബൈബിൾ പ്രകാരം ഏറെ യേശുവുമായിട്ട് അടുക്കാനും അടുത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്ന് ഒന്ന് ചിന്തിക്കണം. ആദ്യമായിട്ട് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, ക്രൈസ്തവ പീഡനങ്ങൾ ഒരു ഭാഗ്യമാണ്, സൗഭാഗ്യമാണ്, അനുഗ്രഹം ആണ് എന്ന്. അതൊരിക്കൽ നിങ്ങൾ മറന്നു പോകരുത്. മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 5-ാം അധ്യായം വായിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് അത് ആരംഭിക്കുകയാണ്. അതായത് സുവിശേഷ ഭാഗ്യങ്ങൾ. അതിൽ വ്യക്തമായിട്ട് 10 മുതൽ വചനങ്ങളിൽ പറയുന്നു, നീതിക്കു വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആഹ്ലാദിച്ച് ആനന്ദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. അത് വ്യക്തമായി മനസ്സിലാക്കണം. പീഡനമുണ്ടാകുമ്പോഴാണ്, അതിനെ നമ്മൾ സഹിക്കുമ്പോഴാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ അതിജീവിക്കുമ്പോഴാണ് നമ്മൾ ഭാഗ്യവാന്മാരായി അത് തീരുന്നത്. അത് മറക്കരുത്. ഇനിയും കർത്താവിടെ വ്യക്തമായി പറഞ്ഞതാണ് ഈ പീഡനത്തെപ്പറ്റി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയാണ്, അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നുവെന്ന് കരുതുന്ന സമയം വരുന്നു. അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇത് ചെയ്യും. ഹല്ലേലൂയ. യേശുവിനെയും പിതാവിനെയും അറിയുക എന്ന് പറഞ്ഞാൽ അവരുമായി യാതൊരു ബന്ധവുമില്ലാത്തവർ, വിശ്വസിക്കാത്തവർ, അവിശ്വാസികൾ നമ്മൾ പറയും. അവരിതൊക്കെ ചെയ്യും. ഈ അവസരത്തിൽ നമ്മൾ എന്തു ചെയ്യണം? എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, അപ്പസ്തോല പ്രവർത്തന കാലഘട്ടം, അപ്പസ്തോല പുസ്തകത്തിന്റെ ആദ്യ പേജ് മുഴുവൻ നമ്മൾ വായിക്കുന്നത് പീഡനകാലമാണ്. യേശുവിന്റെ രക്ഷയുടെ മാർഗം സ്വീകരിച്ചവരെ പീഡിപ്പിക്കുകയായിരുന്നു യഹൂദരും റോമാക്കാരും ചെയ്ത് എന്നത് നിങ്ങൾക്കെല്ലാം അറിയാം. ആളുകളെ മൃഗങ്ങളുടെ മുമ്പിലേക്ക്, സിംഹത്തിന്റെയും കടുവായുടെയൊക്കെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുക, കുരിശിൽ തറയ്ക്കുക, ജീവനോടെ ചുട്ടരിക്കുക, കൈയും കാലും വെട്ടിക്കളയുക. ഇതൊക്കെ ആദിമ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഗുഹകളിൽ പോയി താമസിച്ചിരുന്നുവെന്ന് നമുക്കറിയാം. ഇനിയും ഒരു വാക്ക് മാത്രം ഞാൻ വായിക്കട്ടെ. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം. നമുക്കറിയാം, പത്രോസിനെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്തു, അവരെ അടിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു. അവരതിൽ വളരെ സന്തോഷത്തോടെ സഹിച്ചു എന്ന് കാണാൻ സാധിക്കുന്നു. ഇനിയും അതിനുശേഷം വിവരം വന്ന് മോചിതരായ അവർ സമൂഹത്തിലെ ആളുകളോട് പറയുന്ന ഭാഗം അപ്പസ്തോല പ്രവർത്തനം അധ്യായം 4:23 മുതൽ വായിക്കുന്നു. മോചിതരായ അവർ സ്വന്തം സമൂഹത്തിലെത്തി പുരോഹിത പ്രമാണിമാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. അതായത് യേശു നാമത്തിൽ സംസാരിച്ചു പോകരുത്, യേശു നാമം മിണ്ടിയേക്കരുത് എന്ന് പറഞ്ഞ കാര്യം. എന്നാൽ അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ദൈവത്തെയാണ് അനുസരിക്കുന്നത്. കാരണം ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കായി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 12 നിങ്ങൾക്കറിയാം. ഇനിയും പറയാണ്, ഇത് കേട്ടപ്പോൾ, അതായത് മതപീഡനം തുടങ്ങിയെന്ന് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇന്ന് കേരള ക്രൈസ്തവരെ എല്ലാ വിഭജനങ്ങളും മറന്ന് ഈ റീത്ത് വ്യത്യാസവും വിഭാഗീയതയും എല്ലാം മാറി എന്ന് പറഞ്ഞാൽ കത്തോലിക്കനും യാക്കോബായും ശിയേസായും മർത്തോമായും പെന്തുക്കൊസ്തും സുറിയാനിക്കാരനും അറുനൂറ്റിക്കാരനും അല്ലെങ്കിൽ ലത്തീൻകാരനും തെക്കുംപാനും വടക്കുംപാനും എല്ലാം ആ വിഭാഗീയ ചിന്ത മറന്ന് ഏക മനസ്സോടെ
കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഇനിയും പറയുകയാണ്, ആ പ്രാർത്ഥന കേട്ട് ആകാശത്തിന്റെയും ഭൂമിയുടെയും സമുദ്രത്തിന്റെയും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ, ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിന്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാ മുഖേന അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ടല്ലോ. വിജാതിയർ രോഷാകുലരായതെന്തിന്? ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവന ചെയ്തത് എന്തിന്? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ചുകൂടുകയും ചെയ്തു. അവിടുന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിനെതിരെ ഹെറോദേസും പന്തിയോസ് പിലാത്തോസും വിജാതിയരോടും ഇസ്രായേൽക്കാരുമൊപ്പം സത്യമായി ഈ നഗരത്തിൽ ഒരുമിച്ചുകൂടി. അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറുന്നതിനു വേണ്ടിയാണ് ഇപ്രകാരം ചെയ്തത്. നോക്കൂ, എന്ത് മനോഹരമായിട്ട് പറയുന്നത്. ഈ സംഭവിക്കുന്നതെല്ലാം കർത്താവേ അങ്ങയുടെ ഹിതപ്രകാരമാണ്. ഹല്ലേലൂയ. ഒരിക്കലും ദൈവത്തെ പഴിക്കുന്നില്ല. ദൈവം ഇതിങ്ങനെ അങ്ങെന്തുകൊണ്ട് ഇത് ചെയ്തു ചോദിക്കുന്നില്ല. അങ്ങയുടെ ഹിതപ്രകാരം അങ്ങ് നിശ്ചയിച്ച പ്രകാരമാണ് നടക്കുന്നത്. അത് ഈ മരപീഡനത്തിലൂടെ വേണം പിടിച്ചു നിൽക്കുവാൻ എന്നിട്ട് പറയാണ്, കർത്താവേ അവരുടെ ഭീഷണികളെ അവിടുന്ന് കേൾക്കണമേ. ദൈവഹിതത്തിന് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. അങ്ങേ ഹിതം നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കർത്താവെ ശ്രദ്ധിക്കണേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ അവിടുത്തെ പരിശുദ്ധാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തി അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണമായ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിക്കുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും ആത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം വീണ്ടും പ്രസംഗിച്ചു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാവുന്ന ഒരു ഭാഗമെങ്കിലും അത് ഞാൻ എടുത്ത് അത് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരോടും പരിഭവം വെച്ചുകൊണ്ടിരിക്കരുത്. ബജരംഗതാണല്ലോ ഏത് ഹിന്ദു അതായത് തീവ്രവാദികളോ നമുക്ക് എന്തും ചെയ്തിട്ട് അവരോട് ക്ഷമിക്കുക. ദൈവത്തിന്റെ ഹിതമാണിതെല്ലാം. നമ്മൾ സഹിച്ചേ മതിയാവും. സഹനത്തിന്റെ പാതയും കുരിശിന്റെ പാതയുമാണ് യേശു നമുക്ക് കാണിച്ചു തരിക. അപ്പോൾ അത് നല്ലപോലെ വ്യക്തമായി മനസ്സിലാക്കി പരിഭവമെല്ലാം മാറ്റി ഹൃദയത്തിൽ അവരെ സ്നേഹിച്ച് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് നമ്മളുടെ കൂട്ടായ്മയാവുക. അത് വലിയ കാര്യമാണ്. അതായത് ഈ വിവാഹിക ചിന്തകളെല്ലാം മാറി ഒന്നായിത്തീരുക. ഏക മനസ്സോടെ ആ വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട്. അങ്ങനെ ഒന്നായിലായിരിക്കുമ്പോൾ ആ കൂട്ടായ്മയിൽ നമ്മൾ അത് ശക്തരായിത്തീരും. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ആ 4-ാം അധ്യായത്തിന്റെ 32 വിശ്വാസിയുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഹൃദയവും ഒരാത്മാവുമായി തീരുമ്പോൾ അത് നമ്മൾ ശക്തരായിത്തീരും. യേശുവിന്റെ പുനരുത്ഥാനത്തിന് അപ്പോൾ നമ്മൾ സാക്ഷികളായിരിക്കും. എന്നിട്ട് പരസ്പര സ്നേഹം നോക്കൂ, ഉള്ളതൊക്കെ ഇല്ലാത്തവർക്ക് കൊടുത്തുകൊണ്ടുള്ള അത് സ്നേഹത്തിൽ പങ്കുവെച്ചുള്ള ഒരു ജീവിതം, അതാണ് അത് സമൂഹത്തിലെ ജീവിതം. ഇനി അങ്ങനെ വന്നപ്പോൾ കർത്താവ് ദൂതനെ അയച്ചു. ഞാൻ എന്റെ പല പ്രസംഗത്തിലും പറയുന്ന പോലെ ഏത് വേദനയിലും സംഘടനത്തിലും വേദനയിലും കർത്താവ് ഒരു മലാഹയെ അയക്കും. ഹല്ലേലൂയ. ആരെങ്കിലും ഒരു സഹായത്തിന് വരും. ആരെല്ലാം തിരസ്കരിച്ചാലും നോക്കൂ, ഗമാലിയൽ എന്ന ആള് അത് ഇടപെടുന്നതാണ് നമ്മൾ കാണുന്നത്. 5-ാം അധ്യായം 39-ാം വചനത്തിൽ ഇവരെ നാമാവശേഷമാക്കണമെന്ന് യഹൂദന്മാർ തീരുമാനിച്ച് ചിന്തിച്ചപ്പോൾ പറഞ്ഞത് അവരുടെ യേശുവിന്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് പറയുകയും അവരെ അടിച്ച് ബഹളം വെച്ചപ്പോൾ അടിയേറെ അപമാനം സഹിക്കാൻ സാധിച്ചത് സന്തോഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ ആണ് നമുക്ക് കാണാൻ സാധിക്കും. ഗമാലിയേൽ എന്ന് പറയുന്ന അവരുടെ തന്നെ നേതാവ് ഇടപെടുകയാണ്. അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു നിൽക്കുന്ന എന്താണ്, അതായത് ഏറെയേറെ ആളുകൾ യഹൂദരെ വഴിതെറ്റിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ മനുഷ്യൻ യേശുക്രിസ്തുവും അങ്ങനെ വന്നതാണെങ്കിൽ നിശ്ചയമായിട്ട് ഇത് പരാജയപ്പെടും. അതായത് 39 വചനം, ഈ നാളുകളിൽ കാരണം മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. മാത്രമല്ല ദൈവത്തെ എതിർക്കുന്നവരായി നിങ്ങൾ എണ്ണപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരിൽ നിന്നാണ് ഈ ഉദ്യമമെങ്കിൽ കണിശമായിട്ടും പരാജയപ്പെടും. അതായത് ക്രിസ്തീയതയുടെ ആരംഭത്തിൽ പറയാണ്, ഈ ക്രിസ്തീയത ദൈവത്തിൽ നിന്നല്ല എങ്കിൽ അപ്പോഴേ പോകും, തൂത്തെറിയപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ ഇന്ത്യയിൽ ലോകത്തിൽ
ക്രിസ്തീയത എവിടെയും വളർന്ന് പന്തലിക്കുകയാണ്. ക്രിസ്തു മരോന്ന് ഞാൻ പറയില്ല. ക്രിസ്തീയത, യേശു പഠിപ്പിച്ച മാർഗം എല്ലാവരും സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കാണുന്നത് പടിപടിയായിട്ട്. കാരണം ഇത് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. ഇത് മനസ്സിലാക്കിയ അവർ ആ മരപീഡനത്തിന് ഒരു തടയിട്ടു എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു കർത്താവ് പറഞ്ഞതുപോലെ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 5:44 ശത്രുക്കളെ സ്നേഹിക്കുക, ശത്രുക്കളെ മിത്രങ്ങളായി കണ്ട് സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ പറയാണ് മത്തായി 5:39 ദുഷ്ടരെ എതിർക്കരുത്. നമുക്ക് എതിർക്കണ്ട, ക്ഷമയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനിയും വളരെയധികമായി യേശുവിനെ അനുകരിച്ച പൗലോസ് അപ്പോസ്തലൻ റോമ 12:14 പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, ശപിക്കരുത്. ഈ ഭജനങ്ങളെയോ RSനെ ഒരിക്കലും ശപിക്കരുത്. അവർ ഗുണം വരാതെ പോകട്ടെന്ന് ഒരിക്കലും മനസ്സുകൊണ്ട് പോലും പറയരുത്. മക്കളെ, അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കൂ. അപ്പോഴാണ് നിങ്ങൾ ക്രിസ്തുവിന്റെ സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, പുണ്യത്തിന്റെ മൂല്യങ്ങൾ പേറുന്നവരായിത്തീരുന്നത്. അപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ ഉത്തമ ക്രൈസ്തവരായിരിക്കുന്നത്. തിന്മയെ നമുക്ക് നന്മ കൊണ്ട് കീഴടക്കാം. പൗലോസ് റോമാക്കാർക്ക് ലേഖനത്തിന്റെ 12:21 പറഞ്ഞിരിക്കുന്നത്, തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. ഹല്ലേലൂയ. നിശ്ചയമായിട്ടും ഈ തിന്മ നമ്മുടെ മേൽ പതിക്കുന്ന ഈ കാലഘട്ടത്തിൽ തിന്മ കൊണ്ട് അതിജീവിക്കാൻ നോക്കാതിരിക്കുക. എങ്കിലും യേശുക്രിസ്തു പറയാണ്, എന്നെ നോക്കുക. നമുക്കിപ്പോ പീഡിതനായ യേശുവിനെ ആ ക്രൂശിലേക്ക് നോക്കേണ്ട അവസരമാണ്. പറയാണ്, ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കൂ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തെ കീഴടക്കിയവനാണ് നമ്മുടെ കൂടെയുള്ളത്. അതാണ് യേശുക്രിസ്തു. ഹല്ലേലൂയ. ഇനിയും നിശ്ചയമായിട്ടും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യോഹന്നാൻ 16:33 ഞാൻ വായിച്ചത്. നമ്മൾ ലോകത്തെ കീഴടക്കുന്നവർ ആയിരിക്കണം. എപ്രകാരം ആണ് ലോകത്തെ കീഴടക്കണമെന്നും നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് യോഹന്നാൻ ശ്ലീഹ. യേശുവിന്റെ മടിയിൽ കിടന്ന, മാരോട് ചേർന്ന് കിടന്ന ആ ശിഷ്യൻ, യേശുവിന്റെ സ്പന്ദനം നല്ലപോലെ മനസ്സിലാക്കിയ, സ്നേഹം രുചിച്ചറിഞ്ഞ അപ്പസ്തോലൻ പറയാണ്, 1 യോഹന്നാൻ 4:5 ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ വീണ്ടും ജനിച്ചവരാണ് പ്രിയ ക്രൈസ്തവരെ, മറക്കരുത്. ഇവിടെയാണ് ഓർക്കണം, നമ്മൾ ആരാണ്, നമ്മുടെ ഐഡന്റിറ്റി മനസ്സിലാക്കണം. ദൈവത്തിൽ നമ്മൾ ജനിച്ചവരാണ്. ഇനിയും വ്യക്തമായിട്ട് പറയാണ്, നമ്മൾ ലോകത്തെ കീഴടക്കും. ലോകത്തിന്റെ മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ യേശുക്രിസ്തുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവരല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? ഹല്ലേലൂയ. പ്രിയപ്പെട്ട, മനോഹരമായ വാക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. ഞാൻ യേശുവിനൊപ്പമെങ്കിൽ ആരും എനിക്കെതിരായി നിന്നാലും നിശ്ചയമായിട്ട് അവരാരും ജയിക്കാൻ പോകുന്നില്ല. യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് ഏറ്റു പറയുന്നവനിൽ ദൈവം വസിക്കുന്നു, അവൻ ദൈവത്തിലും വസിക്കുന്നു. 1 യോഹന്നാൻ 4:15 സുന്ദരമായ വചനമാണ്. ഓർക്കണം, യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് ഏറ്റു പറയണം എവിടെ പോയാലും. അതിനൊരിക്കലും അമാന്തിക്കരുത്, ആരെയും ഭയപ്പെടരുത്. അപ്പോൾ അവന് ദൈവം വസിക്കുന്നു, യേശു വസിക്കുന്നു. യേശു കൂടെ ഉണ്ടായിരിക്കും. ലോകത്തെ കീഴടക്കുന്നവന് കൂടെ ഉണ്ടായി. അവൻ നമ്മോടത്ത് യുദ്ധം ചെയ്യും എന്ന് മനസ്സിലാക്കുക. പുറപ്പാട് പുസ്തകം 14:14 കർത്താവ് തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തോട് പറഞ്ഞ വചനം ഇതാണ്: കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാ മതി. ഹല്ലേലൂയ. ബഹളം വെച്ചിട്ട് കാര്യമില്ല, പ്രകോപിപ്പിച്ചിട്ട് കാര്യമില്ല, പ്രകടനങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല. പിന്നെയോ ശാന്തമായി പ്രാർത്ഥിക്കുക, ശാന്തതയിലായിരിക്കുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, മാത്രമല്ല കൂടുതൽ നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക. കർത്താവ് പറഞ്ഞതാണ്. അതുകൊണ്ട് നന്മ ചെയ്യുന്നതിൽ മടുപ്പില്ലാത്തവരായിരിക്കുക. ഗലാത്യർ 6:9 പൗലോസ് പറയുന്നതാണ്, നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പുണ്ടാകരുത്.
പ്രിയമുള്ളവർ, നമുക്കറിയാം വലിയ വലിയ പീഡനങ്ങളിലൂടെ കടന്നുപോയ പത്രോസിന്റെ ചരിത്രം അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വലിയ ചങ്ങലയെല്ലാം വെച്ച് ജയിലിലടച്ചു. അവിടെ കിടന്ന് പത്രോസ് പ്രാർത്ഥിച്ചു. ആ ചങ്ങലയെല്ലാം പൊട്ടി പുറത്തേക്ക് അവൻ ഇറങ്ങിപ്പോയി. അവര് ആ സമയത്ത് ഓർക്കണം, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് സംഘം മുഴുവൻ, അതായത് യേശു വിശ്വസിച്ച എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് പത്രോസ് ചെന്ന് കതകിലിട്ടിരിക്കുന്നത്. അപ്പോൾ വേലക്കാരി അവൻ തുറന്നപ്പോൾ പറഞ്ഞു, പത്രോസിന്റെ കാവൽമാലാഹാണെന്ന് തോന്നുന്നു വന്നിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. പത്രോസാണ് ഓർത്ത് ചിന്തിക്കാനാവതല്ലായിരുന്നു. അതുപോലെ പറാവിൽ അടച്ചിരുന്നത്. കർത്താവ് അത്ഭുതം ചെയ്ത് പത്രോസ് പുറത്തു പോയി പ്രസംഗിച്ചു. എന്നിട്ട് ജയിലധികാരികളെല്ലാം ഓർത്ത് എതിരെ പോയി പത്രോസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നോക്കിയപ്പം സംഘത്തിന് നടുവിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ദൈവം, മടക്കരുത്. അതുപോലെ പൗലോസും ശീലാസും ജയിലടയ്ക്കപ്പെട്ടു. അവർ കീർത്തനങ്ങൾ ആലപിച്ചു. ചങ്ങലകൾ പൊട്ടി വിവരം നമുക്കറിയാം. ജയിലറകൾ തുറന്നു. ആ പാറാവുകാരൻ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഉണ്ട്, ആത്മഹത്യ ചെയ്യണ്ട, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കൂ, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അത് നമ്മൾ വായിക്കുന്നുണ്ട് 16-ാം അധ്യായത്തിൽ അപ്പസ്തോല പ്രവർത്തനത്തിൽ. അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെയും കർത്താവ് നമ്മുടെ ഈ സഹനങ്ങളെല്ലാം നമ്മൾ സഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ മാനസാന്തരത്തിലേക്ക് വിടും. ആദിമസഭയിലെ ഭയങ്കര തീവ്രവാദിയായിരുന്ന പത്രോസിന്റെ കഥ നമുക്കറിയാം. പൗലോസിന്റെ കഥ, സാവൂളിന്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണിത്, പറയേണ്ട ആവശ്യമില്ല. അവൻ തന്നെ പറയുന്ന ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അധ്യായം 1:13 ഗലാത്യർ അധ്യായം 1:13 പറയുകയാണ്, യഹൂദ മരത്തിലായിരുന്നപ്പോഴത്തെ എന്റെ ജീവിതത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. ഹല്ലേലൂയ. അതായത് ഉന്മൂലനം ചെയ്യുക, ഇല്ലാതാക്കി തീർക്കാനുള്ള പരിശ്രമമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 8-ാം അധ്യായത്തിൽ അവൻ ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നുവെന്ന്. ഒരു വിഷയം ഇന്ന് ക്രിസ്തീയരോട് പിണക്കമുള്ള ചിലരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു ഈ സാവൂളും ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 8-ാം അധ്യായം 3 വചനം, സാവൂൾ സഭയെ നശിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൻ വീടുതോറും കയറിയിറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിഴച്ചുകൊണ്ട് അവരെ തടവിലാക്കി. ഹല്ലേലൂയ. പൗലോസ് സാവൂള് അവനാണ് പൗലോസായത്. നമുക്കറിയാം, മാനസാന്തരപ്പെട്ടപ്പോൾ, മരം മാറിയപ്പോഴല്ല, മാനസാന്തരപ്പെട്ടപ്പോൾ ഒരു പുതിയ വ്യക്തിയായി രൂപാന്തരപ്പെട്ടു. അവനാണ് പറഞ്ഞത് ഇപ്രകാരം. ഇനിയും അതിലും മനോഹരമാണ്, എത്ര ഈ സഭയെ നശിപ്പിക്കുവാനായിട്ട് അവൻ ആഗ്രഹിച്ച് തീവ്രമായിട്ട് ചിന്തിച്ചുവെന്ന്. അപ്പസ്തോല പ്രവർത്തനം അധ്യായം 22 അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. 9-ാം വചനത്തിൽ താൻ ആരായിരുന്നുവെന്ന് പറയുന്നതാണ്. അതായത് എപ്രകാരം തന്റെ യേശുവിന് നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ നാമാവശേഷമാക്കാൻ ശ്രമിച്ചത് പറയാണ്. പുരുഷന്മാരെയും സ്ത്രീകളെയും ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചുകൊണ്ട് ഈ മാർഗത്തെ നാമാവശേഷമാക്കത്തക്കവരം പീഡിപ്പിച്ചവനാണ് ഞാൻ. അപ്പസ്തോല പ്രവർത്തനം അധ്യായം 22:4. അതായത് ക്രിസ്ത്യാനികളെ നാമാവശേഷം ചെയ്യാൻ ശ്രമിക്കുകയല്ല, തീരുമാനം എടുത്ത ഒരു വ്യക്തിയായിരുന്നു സാവൂള്. അവനാണ് പൗലോസായി മാറിയത്, സഭയുടെ ഒരു നെടുംതൂണായി മാറിയത്, സഭയെ വളർത്തിയത് പഠനത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും. ഏറ്റവും ചുറ്റി നടന്ന് പ്രസംഗിച്ച ഒരു മിഷനറി, വലിയ മിഷനറിയുടെ മാതൃകയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവൻ മനസ്സിൽ പറഞ്ഞതാണ്, കർത്താവിനെ, യേശുവിനെ അനുകരിക്കുന്ന എല്ലാവരെയും നാമാവശേഷം ആക്കണം എന്ന ചിന്തയായിരുന്നു അവന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ആ അപ്പസ്തോല പ്രവർത്തനത്തിൽ തന്നെ 26-ാം അധ്യായം 2 വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 26-ാം അധ്യായം വചനം 9, നസ്തറനായ യേശുവിന്റെ നാമത്തിന് വിരുദ്ധമായി
പലതും ചെയ്യണമെന്ന് ഞാനൊരിക്കൽ ഉറച്ചു. അതായത് നാമാവശേഷമാക്കുവാൻ, യേശുവിനെ നാമാവശേഷമാക്കാൻ, അവനെ അനുഗമിക്കുന്നവരെ നാമാവശേഷിക്കാൻ പലതും ചെയ്യണമെന്ന് എനിക്ക് മനസ്സിൽ ഉറച്ചിരുന്നു. അതുകൊണ്ട് അധികാരപത്രം മേടിച്ച് ഞാൻ വിശുദ്ധരിൽ പലരെയും തടവിലാക്കി അവരുടെ വരത്തെ അനുകൂലിച്ചു. നമുക്കറിയാം, എസ്തപ്പാനോസിനെ കല്ലെറിയാനായിട്ട് അവനാണ് അനുകൂലിച്ച് നേതൃത്വം കൊടുത്തത്. അവന്റെ പക്കലാണ് എസ്തപ്പാനോസിന്റെ വസ്ത്രങ്ങൾ ഊരിവെച്ചത് അവനെ കല്ലെറിഞ്ഞു കൊല്ലുന്നതിന് മുമ്പ് എന്ന് നമുക്കറിയാം. അവൻ കർത്താവിന്റെ പക്കലേക്ക് ഹൃദയമുയർത്തത് അവൻ കണ്ടു. അതായിരുന്നു അവന്റെ മാനസാന്തരത്തിന്റെ ആരംഭം തന്നെ. പ്രിയപ്പെട്ടവരെ, ഇന്നും അത് തന്നെ സംഭവിക്കുന്നുണ്ട് അവരടുത്തും. ഈ പറയുന്ന പീഡിപ്പിക്കുന്നവർ തന്നെ ആ യേശുവിന്റെ നാമത്താൽ മാനസാന്തരപ്പെടുന്നുണ്ട്. കാരണം പീഡിപ്പിക്കുന്ന ആരെയാണ്? വിശുദ്ധരെയാണ്. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർ വിശുദ്ധരാണ്. അത് ആരും മറക്കരുത്. കാരണം അതിവിശുദ്ധിയിലായിരിക്കുന്നവനാണ് മനുഷ്യനായി ലോകത്തിലേക്ക് അവതാരം ചെയ്തത്. ഇന്നും അവൻ ശാരീരികമായിട്ട് ശരീരവും രക്തവും തന്ന വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്നു. നമ്മോടൊത്തായിരിക്കുവാനായിട്ട് യേശു ഇന്നും ജീവിക്കുന്നു. അങ്ങനെ ആ യേശുവിനോട് ഐക്യപ്പെടുന്നവരെല്ലാം വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ആരൊക്കെ വിശുദ്ധരെ തൊടുന്നുവോ, ആരൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ തൊടുന്നുവോ, അഭിഷിക്തരെ തൊടുന്നുവോ, നിശ്ചയമായിട്ടും അവർ ഇരുമ്പാണിയിലാണ് തൊഴിക്കുന്നത്. അത് മറക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് പൗലോസും കേട്ട വാക്ക്. സൗളായിരുന്നപ്പോൾ ഇരുമ്പാണിയിൽ തൊഴിക്കരുത് എന്ന് പറഞ്ഞത്. അതാണ് മാനസാന്തരത്തിനിടയായത്. പ്രിയ സഹോദരരെ, ആരൊക്കെയാണോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നത്, അപ്പോൾ നിങ്ങൾ ഓർക്കണമേ, ഇരുമ്പാണിമേൽ നിങ്ങൾ തൊഴിക്കുന്നത്. അത് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നു. ഇത് നിങ്ങൾ കാണുന്ന ക്രിസ്തീയത, ഈ മിഷനറി പ്രവർത്തനം ദൈവത്തിന്റെയാണ്, മനുഷ്യന്റെ അല്ല. മാനുഷികമായ കുറവുകളും പരാധീനതകളും ഒക്കെ നിങ്ങൾ കാണും, അവരുടെ പ്രവർത്തനത്തിൽ കാണും. അവരും നിങ്ങൾ ഓരോരുത്തരെയും പോലെ മനുഷ്യരാണ്. എന്നാൽ അവരെ ജ്വലിപ്പിക്കുന്ന, അവരെ ഇപ്രകാരം മാർഗത്തിലൂടെ ചലിപ്പിക്കുന്നത് ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവിന്റെ ആത്മാവാണ്. ആ ആത്മാവ് ഈ ലോകത്തിലുണ്ട് എന്ന കാര്യം ആരും മറക്കരുത്. അതുകൊണ്ട് പ്രിയ ക്രിസ്ത്യാനികളെ, നമുക്ക് പ്രാർത്ഥിക്കാം ഏറെ പരിത്യാഗത്തോടെ. ഇവിടെ എനിക്ക് പ്രായോഗികമായ ചില ഉപദേശങ്ങൾ തരാനുള്ളത്, ഓരോ പ്രദേശത്തും, അതായത് ഈ റീത്തും അല്ലെങ്കിൽ ഈ സമുദായ വ്യത്യാസമൊന്നും കൂടാതെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഉണ്ടാവണം. ഓരോ സ്ഥലത്തും ഇടവകയിൽ ഞാൻ പറയുന്നില്ല, രൂപതയെന്നും പറയുന്നില്ല, ഓരോ സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു മാളികയിൽ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു മുറിയിലോ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുക. എന്തിന്? ഇന്ത്യക്ക് വേണ്ടി, ഭാരതത്തിനു വേണ്ടി, ഭാരതം മുഴുവൻ യേശുവിനെ അറിയുവാൻ. നിശ്ചയമായ ഭാരതത്തിലെ എല്ലാവർക്കും വേണ്ടി ക്രൂശിതനാവനാണ് യേശു. ഭാരതത്തിലെ എല്ലാവരുടെയും പാപങ്ങൾ ഏറ്റെടുത്തവനാണവൻ. ഭാരതത്തിലെ എല്ലാവർക്കുമായിട്ട് പരിശുദ്ധാത്മാവിനെ അയച്ചവനുമാണ്. അത് യേശുക്രിസ്തുവിന്റെ ശരീരത്തിലെ ഭാഗമാണ് ഇന്ന് എല്ലാവരും. ലോകത്തുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ജൈനമതക്കാരും ബുദ്ധമതക്കാരും എല്ലാം. അതെ, ആ വചനം മാംസമായി എന്ന ആ വാക്കിൽ, ആ മാംസത്തിൽ ലോകമാംസം മുഴുവൻ ഉണ്ടായിരുന്നു. ഇന്നുവരെ ജീവിച്ചവരും ഇപ്പോൾ ജീവിക്കുന്നവരും ഇനി ജീവിക്കാനുള്ളവരും. അപ്പോൾ ഒരുപക്ഷെ അവർ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർ ഇപ്രകാരം പീഡിപ്പിക്കുന്നു, നമ്മൾ കേട്ടതുപോലെ. അതുകൊണ്ട് അവർ നിശ്ചയമായിട്ടും ഈ യേശുക്രിസ്തുവിന്റെ ആത്മാവിനാൽ, ഈ സാവൂൾ പൗലോസായതുപോലെ തീവ്രവാദി, ക്രിസ്തുവിനെതിരായിട്ട്, ക്രിസ്ത്യാനികൾക്കെതിരായ തീവ്രവാദി ക്രിസ്തുവിന് വേണ്ടി തീവ്രവാദിയായി മാറി എന്ന് നമുക്ക് പൗലോസിന്റെ ചരിത്രം നോക്കിയാൽ കാണാൻ സാധിക്കും. അവസാനം അവന് തല വെട്ടപ്പെട്ടു. യേശുവിന് വേണ്ടി ജീവൻ സമർപ്പിച്ചു. യേശു അതാണ് ചെയ്തത്. തന്റെ ജീവൻ നമുക്കായി സമർപ്പിച്ചു. ഇതാണ് നിങ്ങളും ഞാനും ചെയ്യാനുള്ളതും ചെയ്യേണ്ടതും. മറ്റുള്ളവർക്ക് ആ ജീവൻ പോലും കൊടുക്കാൻ അത് തയ്യാറായിരിക്കുക. പത്രോസ് പറഞ്ഞ പോലെ, അങ്ങോടൊത്ത് മരിക്കാനും ഞാൻ തയ്യാറാണ്. അല്ലെങ്കിൽ തോമസ് പറഞ്ഞ പോലെ, അവനോടൊത്ത് പോയി നമുക്ക് മരിക്കാം. ബദനിയായി പോവാൻ നേരത്ത് പറഞ്ഞതാണ്. ഈ ധൈര്യം നമുക്കുണ്ടാവണം. അത് നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതിനുവേണ്ടിയാണ് ആ 4-ാം അധ്യായത്തിൽ അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ കണ്ടത്. അവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ധൈര്യം വന്നു. ധൈര്യപൂർവ്വം വീണ്ടും വചനം ഘോഷിച്ചു. ആരെയും ഭയപ്പെട്ട് മുറിക്കകത്ത് കയറിയിരുന്നില്ല.
അപ്പോൾ നമുക്ക് ഏക മനസ്സോടെയുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഉണ്ടാവണം. ഇത് ഞാൻ സ്നേഹപൂർവ്വം നിർദ്ദേശിക്കുകയാണ്. ഇടവക തോറുമെന്നോ രൂപത തോറുമെന്നോ കത്തോലിക്കലെ മാത്രമെന്നോ അല്ലെ അങ്ങനെയുള്ള ആ സമുദായപരമായത് മാറി. അത് ക്രിസ്തുവിന്റെ നാമം പേർന്ന് എല്ലാവരും, അതിലൊരു പക്ഷേ ക്രിസ്തു വിശ്വസിക്കുന്ന മറ്റ് മതത്തിൽപ്പെട്ടവരും കാണും, ജാതിയിൽപ്പെട്ടവരും കാണും. പോരട്ടെ, അത് ക്രിസ്തു വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മകൾ ഉണ്ടാകണം. എന്നിട്ട് യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കൂ, കർത്താവേ അങ്ങാണ് ഈ അനുവദിച്ചിരിക്കുന്ന ഈ പീഡനങ്ങളെല്ലാം. ഇതിനെല്ലാം അങ്ങേക്കൊരു ദേശമുണ്ട്. ഈ പീഡനങ്ങളിലൂടെ ഒരുപക്ഷെ ധാരാളം സബൂളുമാർ മാനസാന്തരപ്പെടുവാനായിരിക്കാം. അതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ സ്നേഹവും അവർക്ക് കൊടുക്കുന്നു കർത്താവേ. അവരെ അനുഗ്രഹിക്കണമേ, അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കൂ. അവർക്ക് വേണ്ടി വീണ്ടും നമുക്ക് ഉപകാരങ്ങളും നന്മകളും ചെയ്യാം. സ്കൂളുകൾ കൂടുതൽ നടത്താം, സ്കൂളുകൾ ആശുപത്രികളും നടത്താം. കാര്യം അവർ ഏത് നിയന്ത്രണവും കൊണ്ടുവന്നോട്ട് സഹനങ്ങൾ സഹിക്കാം. നമുക്ക് നന്മ ചെയ്യുന്നതിന് മടുപ്പ് കൂടാതെ മുന്നോട്ട് പോകാം. അതിനുള്ള ശക്തി പരിശുദ്ധാത്മാവ് തരും. ആദിമ ക്രൈസ്തവർക്ക് കൊടുത്തതുപോലെ അങ്ങനെ ഭാരതം മാത്രമല്ല ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ കൊടിക്കീഴിൽ വരും എന്ന് പറയുമ്പോൾ ഞാനൊരു മതമല്ല ഉദ്ദേശിക്കുന്നത്, ഞാനൊരു രാഷ്ട്രമല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ഹൃദയങ്ങളെ സ്നേഹപൂർവ്വം കീഴടക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, അതാണ് യേശുവിന്റെ ആത്മാവ്. ദൈവമക്കളായിട്ട് അവരെ ഒന്നാക്കി രക്ഷിക്കും. അതാണ് ഭൂമിയിലെ എല്ലാവരുടെയും രക്ഷ. ആ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. സങ്കുചിത മനസ്ഥിതികൾ വെടിയാം, അതിർത്തി വരമ്പുകൾ തകർത്ത് നമുക്ക് ഒന്നാകാം, യേശുവിൽ ഒന്നാകാം. അങ്ങനെ നമുക്ക് ധൈര്യപൂർവ്വം അത് മുന്നോട്ട് പോകാം. കർത്താവായ യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. കണ്ണുകൾ ശാന്തമായി അടയ്ക്കുക. കാരണം കർത്താവ് ഈ പീഡന കാലത്ത് എപ്രകാരമാണ് ഒരു ക്രിസ്തീയ പ്രതികരണം ഉണ്ടാകേണ്ടത് എന്ന് എന്റെ മക്കളോട് ഞാൻ പങ്കുവയ്ക്കുകയായിരുന്നു. വൈരാഗ്യത്തിന്റെയോ പണക്കത്തിന്റെയോ പുച്ഛത്തിന്റെയോ ദ്വേഷത്തിന്റെയോ ശാപത്തിന്റെയോ ആകാതെ സ്നേഹപൂർവ്വമുള്ള ഒരു പ്രതികരണം ഉണ്ടാകാൻ ഇടയാക്കണമേ. അതിനായുള്ള പരിശുദ്ധാത്മാവിനവർക്ക് അയച്ചു കൊടുക്കണമേ. ഞാൻ നിർദ്ദേശിച്ചതുപോലെ ഇവിടെ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനകളിലും മാത്രമല്ല പുതിയ പുതിയ കൂട്ടായ്മകൾ ഐക്യത്തോടെ ഏകമനസ്സോടെ ഉണ്ടായി ആ കൂട്ടായ്മയിലും പ്രാർത്ഥനകൾ ആദിമ നൂറ്റാണ്ടിൽ ഉയർത്തിയതുപോലെ ഉയരുമാറാകട്ടെ. അപ്പോൾ ഒരു പക്ഷെങ്കിൽ ജയിലിൽ കിടക്കുന്നവർ മോചിതരാകും. ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കുന്നവർ മാനസാന്തരപ്പെടും. അങ്ങനെ കർത്താവെ അങ്ങയുടെ നാമം വീണ്ടും വീണ്ടും മഹത്വീകരിക്കപ്പെടും. അതിനാൽ കർത്താവെ ഈ മക്കൾ ഈ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കൃപ കൊടുക്കൂ. ഞാനിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല എന്റെ മനസ്സിൽ കാണുന്നത് പ്രത്യേകിച്ച് ലോകത്തുള്ള എല്ലാ വിജാതിയെയും അതിൽക്കുള്ളുപരി പ്രത്യേകമായിട്ട് വളരെ പ്രത്യേകമായി കേരളത്തിലെ അക്രൈസ്തവരെ ആണ്, ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരെ. അവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവേ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഇവർക്കായി ചിന്ത രക്തത്താൽ അവരെ കഴുകണമേ. അത് ഇവർക്കായി കൊണ്ടുവന്ന പരിശുദ്ധാത്മാവിനെ അവർക്ക് കൊടുക്കണമേ. അങ്ങ് കൊണ്ടുവന്ന ശാന്തി, സമാധാനം, ഐശ്വര്യം, ഭക്തിമാർഗം, മുക്തിമാർഗമെല്ലാം ഇവർക്കായി തുറക്കണമേ. അങ്ങനെ അവരും അങ്ങ് അറിയുന്നവരായി മാറട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. എന്നെ ഇപ്പോൾ കേട്ട നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കർത്താവ് സ്നേഹം കൊണ്ട് വലയം ചെയ്യട്ടെ. നിങ്ങളെ കാത്തു സംരക്ഷിക്കട്ടെ. ദുഷ്ടനിൽ നിന്ന് നിങ്ങൾ കാത്തുകൊള്ളപ്പെടട്ടെ. പരിശുദ്ധാത്മാവാൽ നിറയപ്പെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.